നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലറ്റംബർഗ് ആണെങ്കിൽ ഒരു പുതിയ റിപ്പോർട്ട് വിട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും, അഥവാ കേട്ടിട്ടുള്ള പ്ലെയർ ആയിരിക്കാം. കാരണം ഈ ജർമ്മനിയിലുള്ള യൂറോ സ്ക്വാഡിലൊക്കെ താരത്തെ എടുത്തിരുന്നു, പക്ഷെ ആള് യൂറോയിൽ മിനിറ്റ്സ് ഒന്നും കൊടുത്തില്ല. മാക്സിമിലിയൻ ബെയർ എന്ന് പറയുന്ന ഹോഫൻഹൈമിന്റെ 21 വയസ്സുകാരനായ ജർമ്മൻ സെൻട്രൽ ഫോർവേഡിൽ ചെൽസി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെവർകൂസൻ താരത്തിന്മേൽ ഈ ട്രാൻസ്ഫർ വിൻഡോ തുടക്കം മുതലേ ഇൻട്രസ്റ്റ് കാണിക്കുകയും താരത്തിന് എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെന്നും റൂമറുകൾ വരുന്നുണ്ടായിരുന്നു. പ്ലറ്റംബർഗ് ഇപ്പോൾ ഒന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചെൽസി മാത്രമല്ല, ചെൽസിയോടൊപ്പം ആസ്റ്റൺ വില്ലയും താരത്തിന് നോക്കുന്നുണ്ട്. കൂടാതെ മറ്റ് 2 ക്ലബ്ബുകൾ, ജർമ്മനിക്ക് പുറത്തുള്ള ആസ്റ്റൺ വില്ലയും ചെൽസിയും കൂടാതെ മറ്റ് 2 ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നും താരത്തിന് വരും ദിവസങ്ങളിൽ ഒരു ഡീല് മേ ബി ഹോഫൻഹൈമിൽ നിന്ന് ആൾ പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണെന്നാണ് കേൾക്കുന്നത്. ആൾക്കൊരു 30 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ആരും ആളുമായിട്ട് പേഴ്സണൽ ടൈംസ് ടോക്ക് ചെയ്യാൻ തുടങ്ങുകയോ താരമായിട്ട് ഒരു ഡീൽ അഗ്രി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പ്ലറ്റംബർഗ് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് സ്ട്രോങ്ലി കാണിക്കുന്നുണ്ട്. ഈ താരം ആരാണ്? 186 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള 21 വയസ്സുകാരനായ ജർമ്മൻ സ്ട്രൈക്കർ. കുറെ പേര് ഈ പ്ലെയറിനെ നെക്സ്റ്റ് ക്ലോസയുടെ ഒരു റീപ്ലേസ്മെന്റ് ആണ് ലോങ് ടൈം ജർമ്മനിയുടെ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. താരം നോക്കാനായിട്ടാണെങ്കിൽ 2018 ആള് ഹോഫൻഹൈമുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എത്തുന്നത്. അതിനുശേഷം 2019-20 സീസണിലാണ് ആൾ നമ്മൾ നോക്കാനായിട്ടാണ് ഫസ്റ്റ് ടീമിലോട്ട് ആൾക്ക് മിനിറ്റ്സ് കിട്ടുന്നത്. അന്നാണെങ്കിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരുന്നു. 17-ാം വയസ്സിൽ തന്നെ ഹോഫൻഹൈമിന് വേണ്ടി ഡെബ്യൂട്ട് നടത്തുകയും അത്ര നാൾ നിക്കോളാസ് സ്യൂളിന്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡ്, ഹോഫൻഹൈമിന്റെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ടു പ്ലേ ഇൻ ദ ടോപ്പ് ഡിവിഷൻ, ആളാണെങ്കിൽ ആ റെക്കോർഡ് പൊട്ടിക്കുകയും 17-ാം വയസ്സിൽ തന്നെ സ്ട്രൈക്കറായിട്ട് കളിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വർഷം 1-2 മാച്ചസ് അങ്ങനെ കൊടുത്തുള്ളൂ മിനിറ്റ്സ് ഓഫ് ദ ബെഞ്ചൊക്കെ. അതിനുശേഷം ആള് ലോണിന് പോവുകയായിരുന്നു 2 വർഷം. അതിനുശേഷം തിരിച്ച് 2023-24 സീസണിൽ ആള് ഹോഫൻഹൈമിലോട്ട് വരികയും ആളാണെങ്കിൽ ഒരു ഇന്റഗ്രൽ പാർട്ട് ആ ടീമിലാവുകയായിരുന്നു. അവിടെ ഒരു 3-5-2 അഥവാ 5-3-2 സിസ്റ്റമാണ് കോച്ച് പ്ലേ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വെഗ്ഹോസ്റ്റണ്ണനോടൊപ്പം ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ് ബയർ ഗോളിലും കളിക്കുന്നത് കാണുന്നത്. താരത്തിന് ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് ഇപ്പം കാണാം. നാച്ചുറൽ ടെൻഡൻസി ആ ഹീറ്റ് മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ടൊരു നാച്ചുറൽ ടെൻഡൻസി ആർക്കുണ്ട്. ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ റൈറ്റ് ഫുട്ടർ ആണ്. റൈറ്റ് ആണ് ഡോമിനന്റ് ഫുട്ടെങ്കിൽ 2 ഫുട്ടുകളും വഴി അത്യാവശ്യം നല്ല സ്ട്രൈക്കിംഗ് പവർ ഉള്ള പ്ലെയർ ആണ്. ആള് 18 ഷോട്ടിൽ നിന്നും 5 ഗോൾ ലെഫ്റ്റ് ഫുട്ട് വഴി തന്നെ കഴിഞ്ഞ സീസൺ സ്കോർ ചെയ്തിട്ടുണ്ട്. മൊത്തം 18 ഗോളാണ്. ഇത് ബുണ്ടസ് ലീഗയിൽ 16 ഗോളും യൂറോപ്പ ലീഗിൽ 2 മാച്ചസിൽ നിന്ന് 2 ഗോളും ബയർ ആണെങ്കിൽ നേടിയുണ്ടായി ലാസ്റ്റ് സീസൺ ഹോഫൻഹൈമിന് വേണ്ടി. ഒബ്വിയസ്ലി ഒരു ടോപ്പ് ടാലന്റ് ആണ്. അതിനകത്ത് തന്നെ യൂറോ സ്ക്വാഡിലോട്ട് ഉൾപ്പെടുത്തിയെങ്കിലും യൂറോയിൽ ഒരു റെഗുലർ മിനിറ്റ്സ് ഒന്നും അങ്ങനെ കൊടുത്തില്ല. അടുത്ത വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ ജർമ്മൻ നാഷണൽ ടീമിലെ പ്രോബബ്ലി എല്ലാവരും വളരെ ഹൈലി റേറ്റ് ചെയ്യും, അഥവാ ഹൈലി ആ ടീമിൽ സ്റ്റാർട്ടർ ആയില്ലേലും ഒരു ഇന്റഗ്രൽ പാർട്ടാവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ താരം അത്യാവശ്യം സ്പീഡുള്ള ഒരു പ്ലെയറാണ്. ആള് 1-on-1 മോശമല്ല, അത്യാവശ്യം ഒരു സ്പീഡ്സ്റ്റർ ആണ്. ആളെ കുറിച്ച് പറയാനായിട്ടാണ് ആൾക്ക് ഒരു ലോങ് ലെഗ്സ് ആണ്. ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ 6'1" അടുത്തുണ്ട്. ബട്ട് അത്ര ബിൽട്ട് ഒന്നും അല്ല, പക്ഷെ ലീനാണ്. ആൻഡ് ആൾക്ക് നല്ല പേസ് ഉണ്ട്. അതാണ് ആളുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത്, എസ്പെഷ്യലി ഇൻസൈഡ് ആ പെനൽറ്റി ബോക്സ് ഏരിയ, അഥവാ ആ ഒരു നമ്മൾ അറിയത്തില്ല ആ ഒരു 10 മീറ്റർ അഥവാ ഒരു 20 മീറ്റർ ആ ഒരു സ്ട്രൈഡ് എടുക്കാനായിട്ട് ആളുടെ ലോങ് ലെഗ്സും ആളുടെ ക്വിക്ക് മൂവ്മെന്റും വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. 1-on-1 ഡ്രിബിൾ സക്സസ് പെർസെൻറ്റേജ് നമ്മൾ നോക്കുമ്പോൾ 43% ഉള്ളെന്ന് പറഞ്ഞാലും ആളുടെ ഓവറോൾ അബിലിറ്റി ഒക്കെ മോശമല്ല എന്നാണ് ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പം ബുണ്ടസ് ലീഗ എക്സ്പേർട്ടുകൾ പറയുന്നത്. സ്റ്റാറ്റ്സ് ഡസൻ ഡു ജസ്റ്റിസ് എന്നാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത് ഞാൻ കണ്ടത്. ആളൊരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ് കളിക്കുന്നത് വെഗ്ഹോസ്റ്റണ്ണനോടൊപ്പം. വെഗ്ഹോസ്റ്റണ്ണനാണ് ആ ടീമിൽ ഒരു ടാർഗറ്റ് മാനായിട്ട് യൂസ് ചെയ്യാറ് കോച്ച്. ആൾ എപ്പോഴും ആ ഒരു സ്പേസസ്, ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ സ്പേസസ് കണ്ടെത്തുക. മാക്സ് ലെഫ്റ്റിലോട്ടും റൈറ്റിലും, ഇപ്പം ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ടും റൈറ്റ് വിങ് ഫോർവേഡായിട്ടും ഓൺ പേപ്പർ ആളെ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആൾ നാച്ചുറലി ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലോട്ട് കൂടുതലും ടെൻഡൻസി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. റൈറ്റിലോട്ടും പോകാറുണ്ട്, ബട്ട് ലെഫ്റ്റിലോട്ട്. ആൻഡ് ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, അതായത് ആൾ ഏറ്റവും ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഒപ്പോണന്റ് ടീമിന്റെ റൈറ്റ് സൈഡ് സെന്റർ ബാക്കും റൈറ്റ് ബാക്കിനും ഇടയിലുള്ള ഒരു ഹാഫ് സ്പേസസ് ഉണ്ടോ, ആ ഏരിയ ആണ് നമ്മൾ പറയുന്നത് ആളുടെ ഒരു താവളം എന്നൊക്കെ പറയത്തില്ല. ഒരു പ്ലെയർ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ താവളമാണ് റൈറ്റ് സൈഡ് സെന്റർ ബാക്കും റൈറ്റ് ബാക്ക് ഒപ്പോണന്റ് ടീമിന് അതിൻ്റെ ഇടയിൽ കിടന്നുള്ള കളി. ആൾ ലിങ്ക് പ്ലെയർ സൂപ്പറാണ് ടീമിന്. അതായത് ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അഥവാ സ്പേസസ് എവിടെയാണോ അങ്ങോട്ട് റൺസ് നടത്തുക, ആ ഒരു അബിലിറ്റി ഉണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാം മരസ്ക ഇപ്പം നോക്കുന്ന ഒരു സ്ട്രൈക്കർ, അഥവാ മരസ്കയുടെ സിസ്റ്റത്തിലെ സ്ട്രൈക്കർ ഒബ്വിയസ്ലി കുറച്ച് ജനറൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണം, സ്പേസസ് ഒക്കെ ഓപ്പോണൻസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് അബിലിറ്റി ഉള്ള പ്ലെയറാണ്. മെയിൻലി ആൾക്ക് സ്പേസസ് എവിടെയാണോ അവിടെ തന്നെ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ്, ആ സ്പേസസിലോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്.
ആൻഡ് ആളുടെ ഇപ്പം വീക്ക്നെസ്സുകളിൽ ഒന്ന് പറയാനായിട്ടാണെങ്കിൽ വർക്ക് റേറ്റ് എല്ലാവരും പറയാറുണ്ട്. ഇവൻ അത്യാവശ്യം പ്രസ് ചെയ്യുന്ന പ്ലെയർ ആണെങ്കിലും ആൾ ചില സിറ്റുവേഷൻസിൽ ബോൾ ലൂസ് ചെയ്താൽ അവർ കമ്മിറ്റ്മെന്റ് കൊടുക്കാറില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സോ അത് മേ ബി ആൾ ഇമ്പ്രൂവ് ചെയ്യണം. കൂടാതെ ഏരിയലി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുടെ നാച്ചുറൽ ഗെയിം അഥവാ നാച്ചുറലി ആളെ യൂസ് ചെയ്യുന്ന സ്പേസസ് ഫൈൻഡ് ചെയ്യുക, ലിങ്കപ്പ് ചെയ്യുക, ആ ഒരു റൈറ്റ് ആൻസർ ആ ഒരു ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യുക, അതിലൊക്കെയാണല്ലോ ആൾ ഇത് ചെയ്യുന്നത്. സോ ഒരു ടാർഗറ്റ് മാനായിട്ട് അവർ ബോക്സിൽ ഒരു ടാർഗറ്റായിട്ട് യൂസ് ചെയ്യുന്ന വെഗോസ്റ്റിനെയാണ്. സോ അതിനകത്ത് തന്നെ മേ ബി ഏരിയലി ആൾ എന്തുമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് ഇതുവരെ പ്രൂവൺ ആയിട്ടില്ല. കാരണം ആ ഏരിയൽ അബിലിറ്റി നോക്കാനായിട്ടാണെങ്കിൽ ബോക്സിലോട്ട് ക്രോസസും മറ്റുമൊക്കെ വരുമ്പോൾ വെഗോസ്റ്റ് ആണ് ആ ഒരു ബോൾ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളെ. സോ അതിനകത്ത് തന്നെ ആൾ ഏരിയലി എന്തുമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ബട്ട് നമ്മൾ ഓവറോൾ പാക്കേജിൽ അത് ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാനായിട്ടാണ് ഏരിയലി താഴെ നിൽക്കുന്നതാണ് ഏരിയൽ അബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ. ബട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. മേ ബി ആളെ ആ ഒരു ടാർഗറ്റ് മാനായിട്ട് അഥവാ ഒരു ലോൺ സ്ട്രൈക്കറായിട്ടൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മേ ബി ആളുടെ ഏരിയൽ അബിലിറ്റി എന്തുമാത്രമാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ജർമ്മനിയിൽ വളരെ ഹോപ്സ് ഉള്ള ഒരു ടാലൻറ്റ് തന്നെയാണ് ബയർ. സോ അതിനകത്ത് തന്നെ ചെൽസി എടുക്കുമോ, ആസ്റ്റൺ വില്ല എടുക്കുമോ, ബയർ ലെവർകൂസൻ എടുക്കുമോ, അതോ വേറെ 2 ക്ലബ്ബുകളോടെ ബുണ്ടസ് ലീഗയ്ക്ക് വെളിയിലുള്ള വേറെ 2 ക്ലബ്ബുകളോടെ താരത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ബ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ ആൾ തീരുമാനം എടുക്കും അഥവാ ആളുടെ നെക്സ്റ്റ് ക്ലബ്ബ് എന്താണെന്ന് അറിയാൻ സാധിക്കുമെന്നാണ് കേൾക്കുന്നത്. സോ 30 മില്യൺ യൂറോസിൻ്റെ ഒരു റിലീസ് ക്ലോസ് ആണ് ഹോഫൻഹൈമിലുള്ള ആൾക്ക്. മിക്കവാറും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് ഹോഫൻഹൈമിൽ നിന്നും. സോ നിങ്ങൾക്ക് എന്താണ് ഈ പ്ലെയറിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക? സോ ഈ താരത്തിനെ ചെൽസി എടുക്കോ ഇല്ലയോ നമുക്ക് കണ്ടു നോക്കാം. 21 വയസ്സാണ്, കംപ്ലീറ്റ് ഔട്ട്പുട്ടാണ്. വന്നോടനെ ചെൽസിനെ മാറ്റിമറിക്കാനൊന്നും പോകുന്നല്ല പറയുന്നത്. സ്റ്റിൽ ഒരു റോ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ്. ബട്ട് ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ടാലൻ്റ് ആണ്. ചെൽസിയുടെ പോളിസീസിനോട് ചേർന്ന് നിൽക്കും. 30 മില്യൺ കിട്ടുന്നു. 21 വയസ്സായ ചെൽസി ഇപ്പം ഫോളോ ചെയ്യുന്ന പോളിസീസ് വെച്ച് നോക്കാനായിട്ടാണ് ഹയർ സീലിംഗ് ഉള്ള പ്ലെയറാണ്. സീലിംഗ് വളരെ ഹൈലി ഉള്ള ഒരു പ്ലെയറാണ്. നമുക്ക് ജർമ്മനിയിലെ പലർക്കും ഹ്യൂജ് ഹോപ്സ് ഉള്ള ഒരു പ്ലെയറാണ്. ബട്ട് ഇങ്ങനെ പല ഹോപ്സിലും വന്ന പ്ലെയേഴ്സ് താഴെ പോയിട്ടുമുണ്ട്, കയറിയിട്ടുമുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.